അല്ല രാത്രി ഞാൻ പുറത്തിറങ്ങിയ പ്രശ്നമുണ്ട്. ഞാൻ ഇൻഫ്ലുവൻസറാ, അതാ വിളിച്ചത്. രാത്രി ഇരിക്കുന്ന പ്രശ്നമുണ്ട്. പോലീസ് പറഞ്ഞ എന്റെ കാര്യ നീ നിന്റെ വീട്ടിൽ തന്നെ അന്വേഷിക്കൂലേ? ആ വീട്ടിൽ പറഞ്ഞിട്ട് വീട്ടിൽ കുഴപ്പമില്ലേ? അച്ഛനത് ജോലി അമ്മയ്ക്ക് ഹൗസ് വൈഫ്. നീ അയൽവാസികളാ? എവിടെ ഞങ്ങളെ വീട്? നിന്റെ വണ്ടിയത് വണ്ടിയുടെ രേഖല്ലേ? വണ്ടിയുടെ പേപ്പർ എടുത്തു. പേപ്പർ ഇതില് പോരെ? നീ എവിടെ കാണിച്ചാൽ മതി. മക്കളുണ്ട് വീട്ടിൽ? വീട്ടില് ഞാന്, അനിയത്തി, ഒരു അനിയൻ, ചെറിയ അനിയൻ. സാറേ ഒന്നുമില്ല, ഞാൻ സാർ എന്ത് രാത്രി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പോലീസുകാർ വന്നിങ്ങനെ പറയാം. രാത്രി നമുക്ക് ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാൻ പറ്റില്ല. ഫോൺ എടുക്കുന്നതാ പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ വരെ ഫോൺ വക്കീലാണ് ചെത്താത്ത. അറിയണ്ടേ? അറിയണ്ടേ നിന്റെ? നീ എന്താ ഇരിക്കുന്നു? നിന്റെ പേഴ്സ് നോക്കിയോ? ശരിയാണ്. ചെക്ക് ചെയ്ത് നമ്മളെ പിടിച്ച് വലിച്ചൊക്കെ പിടിച്ച് വലിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അടങ്ങിച്ച് ഹോസ്പിറ്റൽ പോകണടാ. നീ നിന്റെ വണ്ടി ആരാ? ഡോക്യുമെന്റ്സ് ഇവന്റെ വീട്ടിൽ വിളിക്കും. നിന്റെ പേര് അഡ്രസ്സുണ്ടോ? പറഞ്ഞില്ല. ഇതെടുക്ക്. ഇത് നമ്മുടെ മില്ലേ? ഇവിടേക്ക് തരാം കേട്ടോ. ഒരു ആവശ്യമില്ലാണ്ടാണ് സാറ് ആവശ്യം. ഞങ്ങൾക്ക് ഇവിടെ കഞ്ചാവ് തപ്പി നടക്കുകയാണ്, മനസ്സിലല്ലേ? ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാക്കുന്നവന്മാര് കഞ്ചാവ് കൊണ്ട് ഇവിടെ വഴി കുഴപ്പമുണ്ടാക്കും. ഞങ്ങൾ ജോലി ആയിക്കോട്ടെ സാറേ, ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ പരിശോധിക്കോ? ഞങ്ങളുടെ ജോലി തന്നെ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് സാറെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് എടുത്ത് എറിയാ അങ്ങനെയൊക്കെ ചെയ്തിക്കില്ല. ഇപ്പൊ പിടിച്ച് അങ്ങോട്ട് എടുത്ത് എറിയൊക്കെ ചെയ്തിക്കില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. വീഡിയോ ഉണ്ട്. സ്റ്റേഷൻ കൊണ്ട് പരിശോധിക്കാൻ പോകുന്നത്. നീ വരൂലേ? പരിശോധിച്ചോ? നീ വരൂലടാ. നീ പിടിച്ച് വലിക്കുന്ന സാറേ. അത് തന്നെ ഞങ്ങൾ സഹകരിക്കുന്ന മതിയായ വില പറയുക, മനസ്സിലായില്ലേ? 20-21 വയസ്സുള്ള ആൾക്കാരാ. നമുക്ക് അതുകൊണ്ട് നിനക്ക് ഇവിടെ തോന്നിയിരിക്കാൻ പറ്റുമോ? കഞ്ചാവ് അടിച്ചു പറമ്പത്ത്. നീ എന്താണ് ഇവിടെ നിനക്ക് വീട്ടിൽ നിനക്ക് പോകണ്ടേ? നിനക്ക് ഇരിക്കാൻ പറ്റൂലോ? അങ്ങനെ ഇരിക്കാൻ പറ്റൂല. പിടിച്ച് വലിക്കുക, പിടിച്ച് വലിക്കുക, വലിച്ചിരിക്കും. മനസ്സിലായില്ലേ? തോന്നിയാസം വന്ന് പാചകത്തിൽ കൊടുത്താൽ വലിച്ചിരിക്കും. നമ്മളെന്താ ചെയ്താൽ ഊതിക്കണം, ഊതിച്ചോ? കായംകുളം MLA യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ ഇത് ഈ പോലീസുകാരുടെ ഷോയൊന്നും ഇതൊന്നും അല്ലായിരുന്നല്ലോ. അന്ന് സാഷ്ടാംഗം കാലിൽ വീണ് കുമ്പിട്ട് എന്നെ ഉപദ്രവിക്കരുതേ എന്നും പറഞ്ഞ് കരയുമില്ലായിരുന്നു സാർ. എന്നിട്ട് ഈ രണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അവന്മാരെടുത്തിട്ട് അങ്ങ് അലക്കുകയാണ്. പോലീസിന്റെ തന്തയുടെ വകയിലല്ല ആളുകൾ അവിടെ ഇരുന്നത്, അതാദ്യം മനസ്സിലാക്കണം. പോലീസുകാർക്ക് കൃത്യമായി അവർ ഡ്യൂട്ടി കൃത്യമായിട്ട് അവർ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. മനസ്സിലായോ? ഈ കേരളത്തിലെ പോലീസും കേരളത്തിലെ എക്സൈസ് വകുപ്പും കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയധികം രാസലഹരി ഒഴുകി കുട്ടികൾക്ക് തലച്ചോറിന് തിമിരം ബാധിക്കത്തില്ലായിരുന്നു. പണിയെടുക്കാതിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും അവസ്ഥ വന്നത്. എന്നിട്ട് കാണുന്നവനെല്ലാം വരച്ചു വാരി കുത്തി കഞ്ചാവാണ് MDMA ആണെന്ന് പറഞ്ഞ് ഒന്നും അറിയാൻ മേലാത്ത പാവങ്ങളെ പിടിച്ച് ഉപദ്രവിച്ചാൽ നിങ്ങളുടെയൊക്കെ അങ്ങ് ജോലി അങ്ങ് കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്ന ആ ഒരു സംഭവം ആകുമോ? കുതിര കയറാൻ പറ്റുന്നവന്റെ തലയിൽ കുതിര കയറുന്നതും അല്ലാത്തവന്റെ കാലയിൽ പിടിച്ച് കിടക്കുന്ന ഒരു സ്വഭാവം ഈ പോലീസ് നിർത്തണം. അവിടെ രണ്ട് കുട്ടികൾ നിന്നു, അവന്മാരെ പിടിച്ചു, അവന്മാരെ ചെക്കും ചെയ്തു, അവന്മാരതിന് നിന്ന് തരുകയും ആ 100% പോലീസിനോട് കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ടും നിങ്ങൾ ഈ ഷോ കാണിക്കുന്ന ഇതുപോലുള്ള പാവത്തുങ്ങളുടെ ദേഹത്തല്ലേ ഉള്ളൂ. അല്ലാണ്ട് MLA യുടെ മകനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ കേസിൽ നിന്ന് അവനെ അങ്ങ് ഒഴിവാക്കും. ഇനി അതുമല്ല, ആ കേസിൽ അവനെ പിടിച്ച ആ പോലീസുകാരെ സ്ഥലം മാറ്റും, അവരെ കൊണ്ട് കൂറ് മാറ്റും, അവരെ കൊണ്ട് മൊഴി മാറ്റും. ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുന്നേ? പിണറായി വിജയന്റെ പോലീസ് അല്ലേ സാർ? നമുക്കറിയാമല്ലോ. പാവങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറാൻ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. നല്ല ആളുകളും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞേ. നല്ല ആളുകളെയൊക്കെ നിങ്ങൾ 100% നിങ്ങളുടെ ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴക്കി നിർത്താൻ ശ്രമിക്കും. അതിനകത്ത് പോലും വീഴാത്ത കുറച്ച് ആളുകളുണ്ട്, വളരെ 10% എന്ന് പറയാം. ബാക്കി 90% പ്രശ്നക്കാരാണ്. 10% ആളുകൾ കാണും നിങ്ങളുടെ ആരുടെയും യാതൊരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായി വാങ്ങിക്കുന്ന ശമ്പളത്തിനുള്ള ജോലി ചെയ്യുന്ന പോലീസുകാർ വെറും 10% ഉള്ളൂ ഈ കേരള പോലീസിൽ. പിന്നെ അത് മാത്രമല്ല, കേരള പോലീസിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. കാരണം അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി ആത്മഹത്യ ചെയ്തു പോവുകയാണ് പോലീസുകാർ.
ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരു തരത്തിലും ഈ ഒരു സംവിധാനത്തിനുള്ളിൽ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല ഈ മേളിൽ ഇരിക്കുന്ന ആളുകൾ. താഴെത്തട്ടിലുള്ള SI മാരെ അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഒരു സമാധാനം കൊടുക്കത്തൊന്നുമില്ല. അനാവശ്യമായിട്ടുള്ള ജോലികൾ, ഇരട്ടി ജോലികളാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഈ കേരളത്തിൽ നിങ്ങൾ കേരള പോലീസും നിങ്ങൾ എക്സൈസ് വകുപ്പും നിങ്ങൾ ഉണർന്നിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവത്തില്ലായിരുന്നു സുനിശ്ചിതം. ഈ കേരളത്തിൽ കണ്ടമാനം കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ്, കോടിക്കണക്കിന് രൂപയുടെ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇത്ര ലക്ഷം രൂപയുടെ MDMA പിടിച്ചു, ഇത്ര ലക്ഷം രൂപയുടെ കഞ്ചാവ് പിടിച്ചു, ഇത്ര ലക്ഷം രൂപയുടെയും ലഹരികൾ പിടിച്ചു എന്നൊക്കെ വാർത്തകൾ ദിനപ്രതി വന്നുകൊണ്ടിരുന്നു. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ, അല്ലാതെ നിങ്ങൾ അത് കണ്ണടച്ചു വിട്ടേനെ. ഭരിക്കുന്ന പാർട്ടിയുടെ അറിവോടുകൂടി നടക്കുന്ന ഇത്തരം രാസലഹരിയുടെ ഒഴുക്കിനെ തടയാൻ നിങ്ങൾക്കൊണ്ടാകുന്നില്ല. നിങ്ങൾ ആ പാടെ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ഇതിന്റെ കുറച്ച് ക്യാരിയേഴ്സിനെ മാത്രമല്ലേ നിങ്ങൾ പിടിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇതിന്റെ ഉറവിടം തേടി നിങ്ങൾ പോകുന്നില്ലല്ലോ. ഈ സാധനം ഏതായാലും കുടിൽ വ്യവസായം പോലെ എല്ലാവരും ഇരുന്ന് ഉണ്ടാക്കുന്നതല്ലേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ സാധനം ഉണ്ടാക്കിയിട്ട് അവരത് വിപണനം ചെയ്യുന്നതല്ലേ. ആ ഉണ്ടാക്കുന്നിടം, ആ പ്രൊഡക്ഷൻ യൂണിറ്റ്, അതല്ലേ കണ്ടുപിടിക്കേണ്ടേ. അത് കണ്ടുപിടിക്കാൻ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് കഴിയുന്നില്ല. എക്സൈസ് വകുപ്പും എക്സൈസ് വകുപ്പും അതുപോലെ തന്നെ പോലീസും ഒക്കെ നിഷ്ക്രിയമല്ലേ. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കയ്യിലെ കളിപ്പാവ് പോലെ ഇരിക്കുമല്ലേ. അവരെ കൊണ്ടൊന്നും കഴിയത്തില്ലല്ലോ. കഴിയുമായിരുന്നെങ്കിൽ പണ്ടേ പിടിച്ചേനെ. അതുകൊണ്ട് പാവപ്പെട്ട പിള്ളേരുടെ തലയിൽ കയറി നിറങ്ങുന്ന ആ പണി അങ്ങ് പോലീസ് അങ്ങ് നിർത്തിയേക്ക്. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുക്കാനുള്ള എല്ലാ അധികാരവും അവിടെ നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അത് തടയാൻ പോലീസിന് യാതൊരു നിയമവും ഇല്ല. അതുകൊണ്ട് അമ്മാതിരി പരിപാടിയൊന്നും നടക്കത്തില്ല സാറേ. എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാ, എല്ലാവർക്കും വിവരവും ബോധമൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇമ്മാതിരി പരിപാടികൾ നിർത്തുക. പാവപ്പെട്ട നെഞ്ചത്ത് കയറുന്ന ഈ പണി നിർത്തുക. അന്തസ്സായിട്ട് വാങ്ങിക്കുന്ന ജോലിക്കുള്ള കൂലി ചെയ്താൽ മതി. ഏതെങ്കിലും ഒരുത്തനെ വലിച്ചടിച്ച് കേസിൽ അകപ്പെടുത്തുന്ന പണിയല്ല കേരള പോലീസിന് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ ക്യാരിയേഴ്സിനെ പിടിക്കുന്നതിന് പകരം ഈ സാധനം ഉണ്ടാക്കുന്നവനെ പോയി പിടിച്ചിട്ട് വാ. അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറ്റി ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്.